ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷമേ എന്നിൽ നിന്നും ഒരു അനുകൂല നടപടി ഉണ്ടാവൂ. പിന്നെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ എന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി റിപ്പോർട്ട് വരാനുള്ള സാധ്യതയില്ല. അതൊന്ന് മനസ്സിൽ വെച്ചേക്ക്. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, നിരാശപ്പെടണ്ട. ശ്രമിച്ചു നോക്കിയാ പോരാ, സാധിച്ചു തരണം. അനു, ഞാൻ മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗിനൊന്ന് കയറിയിട്ട് വരാം. എന്താ ഇത്ര പെട്ടെന്ന് ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു കൂട്ടിയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അറ്റൻഡ് ചെയ്തിട്ട് വരാം. ശരി മാഡം. നമ്മുടെ ഈ വീക്കിലെ ചാർട്ട് ഒന്ന് തയ്യാറാക്കി വെച്ചോ. ഓക്കെ മാഡം. എന്തായാലും ഞാൻ ഈ കാര്യങ്ങളിൽ ഉടനെ ഒരു തീർപ്പുണ്ടാക്കി തരാം. മേ കം ഇൻ സർ? യെസ്, വരൂ. ഇരിക്കും. ശാലിനി, ഇത് പ്ലാമൂട്ടിൽ യോഹന്നാന്റെ മകൻ ആന്റണി. ഇത് അനന്തരവൻ. ഇവർ വന്നിരിക്കുന്നത് ഭാവിയിൽ ഒരുപാട് രോഗികൾക്ക്, അതായത് ക്യാൻസർ രോഗികൾക്ക് ഗുണകരമാകുന്ന ഒരു വലിയ പ്രോജക്റ്റുമായിട്ടാണ്. അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാ ഇങ്ങനൊരു മീറ്റിംഗ് തന്നെ വെച്ചത്. കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയി ഈ ഫയലിലുണ്ട്. ഇന്നത്തെ ക്യാൻസർ ചികിത്സാ രംഗത്തെ ആധുനിക സൗകര്യങ്ങൾ സാധാരണക്കാരിലേക്ക് കൊണ്ടുവരിക, സാധാരണക്കാർക്കും കൂടി ഗുണം കിട്ടുന്ന രീതിയിൽ, തീർത്തും സത്യസന്ധമായ രീതിയിൽ ഒരു ഹോസ്പിറ്റൽ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മരുന്നായാലും ശുശ്രൂഷയായാലും പല പല ടെസ്റ്റുകളായാലും എല്ലാം പോക്കറ്റുകൾ നിറയ്ക്കാനല്ലാതെ സാധാരണക്കാരന്റെ പോക്കറ്റിന് അനുസൃതമായി കൊണ്ടുവരിക, അതാണ് ലക്ഷ്യം. അതിനുവേണ്ടി പ്ലാമൂട്ടിൽ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത് 100 ഏക്കർ വരുന്ന ചെറുവള്ളി പാടത്തിന്റെ കുറച്ച് ഭാഗമാണ്. അത് ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങൾക്കായി വിട്ടുകൊടുക്കുവാൻ എന്തെങ്കിലും നിയമതടസ്സമുണ്ടോ? നാടിനും നാട്ടുകാർക്കും ഒരുപാട് പാവപ്പെട്ട രോഗികൾക്കും ഗുണമുണ്ടാകുന്ന കാര്യമാണ്. നമ്മുടെ ഒരു ഉറപ്പ് കിട്ടിയാൽ നാളെ തന്നെ പ്ലാമൂട്ടിൽ ഗ്രൂപ്പ് അവിടെ പണി തുടങ്ങും. 10 രോഗികൾക്കെങ്കിൽ 10 രോഗികൾക്ക് ക്യാൻസർ എന്ന മഹാരോഗത്തിൽ നിന്നും ആശ്വാസം കിട്ടിയാൽ അതിന്റെ പുണ്യം നമുക്കും കൂടി കിട്ടുന്നതാണ്. പുണ്യം കിട്ടുന്നത് നല്ലത് തന്നെയാ, പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ. നിങ്ങളെല്ലാവരും കൂടി ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ട് കളക്ടർ ഇടം തിരിഞ്ഞു നിന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. ഹോസ്പിറ്റൽ, അനാഥാലയം, ആതുര സേവനവും ശുശ്രൂഷയും എന്നൊക്കെ പറഞ്ഞ് ചാരിറ്റിയുടെ മറവിൽ ഇതുപോലുള്ള പാടശേഖരങ്ങൾ നികത്തി ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കിയ ശേഷം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നൊരു പ്രവണത ഈയിടെയായിട്ട് ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ തന്നെ കരീത്തറ പാടം നികത്തി കെട്ടിപ്പൊക്കിയ വൃദ്ധസദനം, മക്കൾ ഉപേക്ഷിച്ചവർക്ക് താങ്ങും തണലുമാകുമെന്ന് പറഞ്ഞ് 50 സെന്റ് ഭൂമി പറഞ്ഞ സ്ഥലത്ത് 100 സെന്റോളം ഭൂമി കയ്യേറി നിലം നികത്തി കെട്ടിപ്പൊക്കിയ വൃദ്ധസദനത്തിൽ ഏതെങ്കിലും ഒരാളെ സംരക്ഷിച്ചതായി എന്റെ അറിവിലില്ല. ഒരു മുറി മാത്രം അതിനുവേണ്ടി മാറ്റിയിട്ടിട്ട് വൃദ്ധസദനത്തിന്റെ നടത്തിപ്പിനായി എന്നും പറഞ്ഞ് ഉയർന്നു വന്നിരിക്കുന്നത് കോടികൾ വിലയുള്ള വ്യാപാര കേന്ദ്രങ്ങളാ. ആർക്കാണ് സാർ ഇതിന്റെ പുണ്യം കിട്ടുന്നത്? ഇതിൽ നിന്നും സാധാരണക്കാരന് എന്ത് നേട്ടമാണ് കിട്ടിയത്? സർക്കാരിന്റെ 100 ഏക്കറോളം ഭൂമി ഏതെങ്കിലും ഒരു ട്രസ്റ്റിന്റെ പേരും പറഞ്ഞ് സ്വാധീനമുള്ളവൻ സ്വന്തമാക്കിയിരിക്കുന്നു. ഇതങ്ങനെ ആകുന്നല്ല ഞാൻ പറയുന്നത്. ഈയിടെയായി കണ്ടുവരുന്നൊരു പ്രവണത ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ ഈ ഫയലൊന്ന് പഠിക്കട്ടെ, ഇതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, ശരി സർ. കളക്ടർ പറഞ്ഞ മുഖവിലേക്ക് എടുക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. താങ്ക് യു സർ.
ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ പ്രോജക്റ്റ് പ്ലാമൂട്ടിൽ ഗ്രൂപ്പ് ആഗ്രഹിച്ചതാണ്. മന്ത്രി നടത്തിത്തരുന്ന സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ മേഡമായിട്ട് ഇതിൽ വെറുതെ ഒരു ഇടംകൊള്ളിടാൻ വരരുത്. അല്ല, മേഡത്തിന് എന്താന്ന് വെച്ചാ ഞങ്ങൾ ചെയ്തു തന്നോളാം. ഒരുപാട് രാഷ്ട്രീയക്കാർ ഈ പ്രോജക്റ്റ് സഹകരിച്ച് പുറത്തു നിൽപ്പുണ്ട് മാഡം. അവരൊന്നും രംഗത്തിറക്കാതെ ഞങ്ങൾ തന്നെ നേരിട്ട് ഇറങ്ങിയത് നേരത്തെ സാർ സൂചിപ്പിച്ച പുണ്യം മേഡത്തിനും കൂടി കിട്ടാൻ വേണ്ടിയാ. നിങ്ങൾ മിനിസ്റ്ററുടെ മുന്നിലിരുന്ന് ചെറുവള്ളിപ്പാടം എടുത്തിട്ടപ്പോഴേ നിങ്ങൾക്ക് പിന്നിൽ വരാവുന്ന രാഷ്ട്രീയക്കാരുടെ മുഖമൊക്കെ എന്റെ മുന്നിൽ തെളിഞ്ഞത്. അതാരൊക്കെ ആയിരിക്കുമെന്ന് എന്റെ നാവ് കൊണ്ട് തന്നെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. മന്ത്രിയെ പറഞ്ഞ് മോഹിപ്പിച്ച് ഇതിലേക്ക് എടുത്തു ചാടിച്ചതുപോലെ എന്നെ ചാടിക്കാൻ നോക്കണ്ട. എല്ലാം കൃത്യമായി പരിശോധിച്ച ശേഷമേ എന്നിൽ നിന്നും ഒരു അനുകൂല നടപടി ഉണ്ടാവൂ. പിന്നെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ എന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി റിപ്പോർട്ട് വരാനുള്ള സാധ്യതയില്ല. അതൊന്ന് മനസ്സിൽ വെച്ചേക്ക്. അല്ല, പിന്നീടത് പെട്ടെന്ന് കേൾക്കുമ്പോ ഷോക്കാവണ്ട. ശരി മാഡം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വാ. നേരായ വഴിയിൽ ഇവളിതിനെ സമ്മതിക്കൊന്നും തോന്നുന്നില്ല. ഒരിക്കൽ ഞാൻ ഇവളുടെ നേരെ നിറയൊഴിച്ചതാ. പക്ഷെ അത് മാണിക്കോത്തുകാരെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവളുടെ പോക്ക് ഈ രീതിയിൽ തന്നെ ആണെങ്കിൽ ആ തോക്ക് എനിക്ക് ഒരിക്കൽ കൂടി എടുക്കേണ്ടി വന്നേക്കും. ചേട്ടാ, ഈ ശിവൻ എന്ന് പറയുന്ന ആളെ റൂം ഏതാ? ആരാ? എന്റെ ആശാനാ. ഇവിടുന്ന് വലതുവശത്തായി കാണുന്ന രണ്ടാമത്തെ മുറിയാ, റൂം നമ്പർ 108. ആ, ഓക്കെ. ഇത് വല്ലാത്ത കഷ്ടം തന്നെ പ്രകാശേ, തടവ് പുള്ളികളെ പോലെ. ആ, പ്രേമാകുമ്പോ ഇങ്ങനെ തന്നെയാ. വിവാഹത്തിന് മുമ്പ് കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാ. പിന്നെ ചേട്ടനല്ലേ നമ്മളെ സഹായിക്കാനുള്ളത്. ആ, അതെ അതെ, എന്റെ അച്ഛനെ കുറിച്ചേ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ.